can see today's topic, the law of variable proportions. Very, very important topic. Okay. Previous year question paper എടുത്ത് നോക്കിയാൽ ഒരു essay topic അല്ലെങ്കിൽ ഒരു മിനിമം പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എന്ത് the law of variable proportions. Okay, we have already discussed, as you know, production function, in which we can see short run production function and also long run production function. Okay, this topic, that is the law of variable proportions, that is associated with short run production function. That is the first point. Okay, ഈ ടോപ്പിക് ഡീൽ ചെയ്യുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോ A to Z വാച്ച് ചെയ്യണം. ഓക്കെ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ആക്ച്വലി the analysis of production function, or simply we can say analysis of production or laws of production. Okay, ഉൽപാദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. That is fundamental principle or laws of production. Right, മൈക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. റൈറ്റ്, അത് നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് കോർ കോഴ്സ്, ദെൻ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1, സിമിലർലി BBAക്ക് വരുന്ന മാനേജീരിയൽ എക്കണോമിക്സ് പ്ലസ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലൊക്കെ വരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഞാൻ ഇത്രക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഏരിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, ഏത് എക്സാമിൻ്റെ മൈക്രോ എക്കണോമിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി എക്കണോമിക്സുമായി ബന്ധപ്പെട്ടോ മാനേജീരിയൽ എക്കണോമിക്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ. Definitely you can see the question related to the law of variable proportions. Okay, after this video we will discuss another very important topic related to laws of production, that is returns to scale, that is related to long run production function. Okay, അപ്പോൾ ഈ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എസ്സേ ടോപ്പിക്കാണ്, 5 മാർക്ക് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ഐറ്റംസിലൊക്കെ വരുന്ന ഏരിയ ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ടോപ്പിക്ക് ടഫാണ്, ഒത്തിരി വലിയ ഫിഗർ ഉണ്ട്, ഒരുപാട് റിലേഷൻഷിപ്പ് പഠിക്കാനുണ്ട്, ടഫാണ്, ഞാനിത് സ്കിപ്പ് ചെയ്യാണ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടാവരുത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിൽ പറയാം, ദിസ് ടോപ്പിക് ഈസ് വെരി വെരി സിമ്പിൾ പ്ലസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നല്ല താല്പര്യം ഈ ടോപ്പിക്കിന് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായാൽ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഈ ടോപ്പിക്കിന് ഒരു ട്രിക്ക് ഉണ്ട്. നമുക്കൊരു ടേബിൾ വരക്കണം, ദെൻ നല്ലൊരു ഫിഗർ, ആ ഫിഗറിൻ്റെ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഷോർട്ട് കട്ട് വേസ് ഉണ്ട്. ഓക്കെ, ഷോർട്ട് കട്ട് വേ ദാറ്റ് മീൻസ് സ്ട്രാറ്റജി. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഏത് സമയത്ത് ഏത് ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റും. See, law of variable proportions. Here, please understand the first point. It is related to short-run analysis of production. Okay, short-run എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റത്തെ കീവേഡാണ്. Law of variable proportions. നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്ന പോയിന്റ്, it is the fundamental laws of production. Very important concept that come under microeconomics. Okay, I agree. Plus, it is related to, or it is the subject matter of short-run production function. What is the peculiarity of short-run production function? We know, see, production function like this, Q is equal to function of labor and capital. Simple production function. If, this capital is fixed, then we can simply say this is a short-run production function. That means you can increase the level of production only by varying or changing or increasing the variable input like labor. That is, the time is very short in which you can't increase the level of capital. Okay, capital means plant or machineries or factory, okay, അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉൽപാദനം കൂട്ടാനുള്ള ഒരു നിർവാഹമില്ല. ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം, you can just change the variable input. Okay, so here related to law of variable proportion, that is associated with the short run production function. I think you got the point. Okay, then returns to scale, that is another concept that is related to long run production function that we will discuss after this video. Right, now another very important concept is that law of variable proportions, popularly known as law of diminishing returns. Okay, law of variable proportions ne vilikkunna allengile പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ദാറ്റ് വി വിൽ ഡിസ്കസ് വൈ. ഓക്കെ, നൗ ഹൗ ക്യാൻ വി സ്റ്റേറ്റ് ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്?
ഓക്കെ, എങ്ങനെയാണ് നമുക്കൊരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ഇപ്പം നിങ്ങൾക്കൊരു 2 മാർക്ക് വന്നു, കാരണം നമ്മളൊരു എസ്സേക്ക് പ്രതീക്ഷിച്ച് പഠിക്കുന്നു, ചിലപ്പോൾ ആ ടോപ്പിക് എന്തായിരിക്കും വെരി ഷോർട്ട് ആൻസറിൽ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് ആൻസറിന് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എസ്സേ എഴുതാൻ പാടില്ല. വളരെ ഷോർട്ടായിട്ട് നമ്മൾ 2 മാർക്കിന് 3-4 പോയിന്റ്സ് എഴുതുന്നു, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു 2 മാർക്കിന് ഒരു ചോദ്യം വരികയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഷോർട്ട് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ popularly known as law of diminishing returns, and this law states that, okay, this is very important, law of variable proportions explains the behavior of the production function. Okay, it explains the nature or the pattern or the behavior of the production function in the short run that we have already mentioned. Okay, underline cheya, in the short run, when only one input is allowed to vary. That is very, very important. Okay, that is, you can change the level of output only by changing one variable input. Okay, കാരണം the short run production function ആണ് ഡീൽ ചെയ്യുന്നത്. You can change only variable input and see the other inputs like land, capital, machinery, factory. So other inputs being held constant. Okay, law of variable proportions സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉൽപാദനം നിങ്ങൾ എന്താണ് അതിൻ്റെ ബിഹേവിയർ നോക്കുകയാണ്. We know that every producer or firm is trying to increase the level of production. Okay, by effective combination of inputs. Okay, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വഴി ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് ഒരു ഫേം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ശ്രമിക്കുന്നത്. Why? Here the goal of producer or firm is to maximum profit. Okay, അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഉൽപാദനം നടത്താൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആ ടേമിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതെന്താ കാണിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഉൽപാദനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ബിഹേവിയർ ഒക്കെ പഠിക്കാം ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താ? വെൻ ഓൺലി വൺ ഇൻപുട്ട് ഈസ് അലൗഡ് ടു വേരി. ഓക്കെ, ദ ഫേം ക്യാൻ ചേഞ്ച് ഓൺലി വൺ വേരിയബിൾ ഇൻപുട്ട്, ഇസ്ന്റ് ഇറ്റ്? ദി അതർ ഇൻപുട്സ് ബീയിങ് ഹെൽഡ് കോൺസ്റ്റന്റ്. ഓക്കെ, ഈ രീതിയിൽ കാരണം ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വേരിയബിൾ ഇൻപുട്ട്, നമുക്ക് എക്സാമ്പിൾ എടുക്കുക, ലേബറാണ്. ലേബറിൻ്റെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നു. 5 ലേബർ 6 ആക്കുന്നു, 7 ആക്കുന്നു, 8 ആക്കുന്നു. ഓക്കെ, വേരിയബിൾ ഇൻപുട്ടിനെ ചേഞ്ച് ചെയ്യുന്നു. വേരിയബിൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫിക്സഡ് ഇൻപുട്ട് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ക്യാപിറ്റലിന് യാതൊരു മാറ്റവുമില്ല. ഫിക്സഡ് ഇൻപുട്സ് ആർ കോൺസ്റ്റൻറ്റ്. ആ വേരിയബിൾ ഇൻപുട്ട് കൂട്ടുന്നു, ഫിക്സഡ് ഇൻപുട്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആ വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആയി. ഇൻപുട്സ് തമ്മിലുള്ള പ്രൊപ്പോർഷൻസ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. That is why it is known as law of variable proportions. Okay, കാരണം അത് അതിൻ്റെ റേഷ്യോ മാറാണ്. കാരണം നമ്മൾ ലേബർ വേരിയബിൾ ഇൻപുട്ടിനെ കൂട്ടുന്നു, ഫിക്സഡ് ഇൻപുട്ട് കൂട്ടുന്നുണ്ടോ? ഇല്ല, ഫിക്സഡ് ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആണ്, റിമൈൻ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഇൻപുട്സ് തമ്മിലുള്ള റേഷ്യോ വേരി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. മനസ്സിലാക്കി പഠിക്കുക, കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, കണപ്പാടം പഠിക്കരുത്. ഓക്കെ, ഇറ്റ് ഈസ് റിയലി വെരി സിമ്പിൾ ടു ഡൈജസ്റ്റ് ഓർ അണ്ടർസ്റ്റാൻഡ്. സോ വി ക്യാൻ സിംപ്ലി സേ എ ഫേം ഈസ് ട്രൈങ് ടു എൻഹാൻസ് ദ പ്രൊഡക്ഷൻ ബൈ ചേഞ്ചിങ് ദ ഓൺലി വേരിയബിൾ ഇൻപുട്ട്. ലേബറിനെ കൂട്ടുന്നു, പക്ഷേ ക്യാപിറ്റൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഈ എക്സാമ്പിൾ റൈറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പ്രൊഡക്ഷനിൽ നോക്കുമ്പോൾ യു ക്യാൻ സീ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റൈറ്റ് ഇനീഷ്യലി. Then total product is increasing at a diminishing rate. Then total product gets maximum. Then total products come down or falls. Then similarly, marginal product in the shape. Then average product in the shape. ഇത് നല്ലൊരു ടേബിളിലും ഒരു ഫിഗറിലും കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ ദിസ് ടോപ്പിക് ഈസ് ഓവർ. യു വിൽ ഗെറ്റ് മാക്സിമം മാർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, നേരിട്ട് ശ്രദ്ധിക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് എ ഫാർമർ എ എന്ന് പറയുന്ന ഫാർമർ. എൻ്റെ കൂടെ ഉണ്ടാവണേ, കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. സി വി ക്യാൻ ടേക്ക് എ ഫീൽഡ്. ഓക്കെ, പാടം. നമ്മൾ വയലെടുത്തു. ദെൻ ഹിയർ ഇറ്റ് ഈസ് 1 ഏക്കർ. 100 സെൻറ്റ് ഉണ്ട്, 1 ഏക്കർ ഭൂമിയുണ്ട്. ഇവിടെ ഫാർമർ ഉപയോഗിക്കുന്നത് 10 ലേബറേഴ്സ് ആണ്.
വേരിയബിൾ ഇൻപുട്ടാണ് 10 ലേബറേഴ്സ്. എന്നാൽ ലാൻഡ് നമ്മൾ പറഞ്ഞു 1 ഏക്കർ ഉണ്ട്. എന്നാൽ അതുപോലെ ഒരു ട്രാക്ടർ ഉണ്ട്. ഓക്കെ, ലാൻഡും ട്രാക്ടറും ഒക്കെ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റലാണ്. ഓക്കെ, റൈറ്റ്. ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. ദെൻ എ ഡിസൈഡ്സ്, ഫാർമർ എന്ത് തീരുമാനിച്ചു? ലേബർ 11 ലേബറാക്കി. 10 ലേബർ ഉള്ളത് 11 ആക്കി. That is, farmer can increase the level of output only by increasing the variable input. Input എന്ത് ചെയ്തു? വേരി ചെയ്തു. ഓക്കെ, ആദ്യ റേഷ്യോ എങ്ങനെയായിരുന്നു? 10 ലേബർ ദെൻ 100 സെൻസ് ഓഫ് ലാൻഡ്, ദാറ്റ് ഈസ് 1 ഏക്കർ ഭൂമി, ദെൻ ഒരു ട്രാക്ടർ. അപ്പം അതിൻ്റെ റേഷ്യോ മാറി. 10 ലേബർ ഉള്ളത് 11 ലേബർ ആക്കിയപ്പം ട്രാക്ടറിൻ്റെതോ ലാൻഡിലോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഇൻപുട്സ് തമ്മിലുള്ള വേരിയബിൾ ഇൻപുട്സും ഫിക്സഡ് ഇൻപുട്സും തമ്മിലുള്ള റേഷ്യോ ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഈ ലോയെ എന്ത് വിളിക്കുന്നത്? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഇങ്ങനെ മനസ്സിലാക്കാൻ എന്തൊരു ഈസിയാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഒരു ഫാർമർ ഇങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഇനീഷ്യലായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. Then increasing at an increasing rate first, then increasing at a diminishing rate, then total product will come down. അതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ പറയുന്നത് ഇങ്ങനെ ആഡ് ചെയ്യുന്ന, കാരണം 11ാമത്തെ ലേബർ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് മാർജിനൽ പ്രോഡക്റ്റ്. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡീഷൻ ടു ദ ടോട്ടൽ പ്രോഡക്റ്റ് വെൻ വി ആർ എംപ്ലോയിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, ഒരു ലേബറിനെ ഒന്ന് ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റിൽ വന്നിട്ടുള്ള മാറ്റത്തെ വിളിക്കുന്ന പേരാണത് മാർജിനൽ പ്രോഡക്റ്റ്. ഈ മാർജിനൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ആദ്യം ഇൻക്രീസ് ചെയ്യും, ദെൻ മാക്സിമം എത്തും, ദെൻ ഫോളോ ചെയ്യും, ദെൻ നെഗറ്റീവ് ആവും. അപ്പോൾ ഈ നിയമം പറയുന്നത് നിങ്ങൾ ആഡ് ചെയ്യുന്ന വേരിയബിൾ ഇൻപുട്ടിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈവൻച്വലി ഡിക്ലൈൻ അക്കോർഡിംഗ് ടു ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. മനോഹരമായിട്ടുള്ള ടേബിളും ഫിഗറൊക്കെ വെച്ച് പറയുമ്പോൾ ഇത് പച്ചവെള്ളമാകും. പേടിക്കേ വേണ്ട. കറക്റ്റ് നല്ല രീതിയിൽ ഡെഫിനിഷൻ മനസ്സിലാക്കുക. എന്താണ് പറയുന്നത്? ഇവിടെ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് പറയുന്നത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഫേം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വേരിയബിൾ ഇൻപുട്ട് കൂട്ടുന്നു. ഫിക്സഡ് ഇൻപുട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ്റെ ബിഹേവിയർ നമുക്ക് 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് കാണാൻ പറ്റും. ഒന്നാമത്തെ സ്റ്റേജ് ദ ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്, രണ്ടാമത്തെ സ്റ്റേജ് ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, മൂന്നാമത്തെ സ്റ്റേജ് ദ ലോ ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ 3 വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജിലൂടെ ആയിരിക്കും ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേം നിങ്ങൾ നല്ല മനസ്സിൽ വേണം. സി ടോട്ടൽ പ്രോഡക്റ്റ് ഫസ്റ്റ്. Total product, it is the total output that produced by a firm or producer by using all the available factors of production. Okay, ലഭ്യമായിട്ടുള്ള ഇൻപുട്സ് ഉപയോഗിച്ചിട്ട് ആ ഫേം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഉൽപ്പാദിപ്പിച്ച മൊത്തം ഉൽപാദനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടൽ പ്രോഡക്റ്റ്. ഓക്കെ, ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. സിമ്പിൾ. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് മീൻസ് ടോട്ടൽ ഔട്ട്പുട്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സിംപ്ലി ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. Okay, the combined efforts of the 4 factors of production: land, labor, capital and entrepreneurship. ഇതിൻ്റെ കമ്പൈൻഡ് എഫേർട്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ്, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ടെക്നിക്കൽ റിലേഷൻഷിപ്പാണ് എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു ലേബർ വേരിയബിൾ ആണ്, ക്യാപിറ്റൽ ഫിക്സഡ് ആണ്. അവിടെ വരുന്ന പ്രധാനപ്പെട്ട നിയമമാണെന്ത്? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q is equal to function of labor and capital. All the factors of production are variable. Then it is the subject matter of law of returns to scale. That is, long run analysis of production. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആ കണക്ഷൻ നല്ല രീതിയിൽ മനസ്സിൽ വേണം. ഓക്കെ, ഇതിപ്പോൾ റിട്ടേൺസ് ടു സ്കെയിൽ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഫാർമർ 1 ഏക്കർ ഭൂമി ഉള്ളത് എന്ത് ചെയ്യുന്നു? 2 ഏക്കർ ഭൂമിയാക്കുന്നു. ട്രാക്ടർ ഒന്നുള്ളത് എന്ത് ചെയ്യുന്നു? 2 ട്രാക്ടർ ആക്കുന്നു. 10 ലേബർ ഉള്ളത് എന്ത് ചെയ്യുന്നു? 20 ലേബർ ആക്കിയിട്ട് ഉയർത്തുന്നു. ഓക്കെ, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് പ്രൊപ്പോർഷനായിട്ട് വർദ്ധിപ്പിച്ചിട്ട് പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് സിംപ്ലി നോൺ ആസ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, അവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഓൾസോ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ദാറ്റ് വി വിൽ ഡിസ്കസ്. റൈറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ അനദർ തിങ് ഇസ് ദാറ്റ് വാട്ട് അബൌട്ട് ആവറേജ് പ്രോഡക്റ്റ്? See, average product is equal to total product by
variable input. Okay, total product 100 ആണ്. See, total product is 100, then variable input is 20, then average product is 5. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ടേബിൾ അനാലിസിസ് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് പക്വമായിട്ട് മനസ്സിലാക്കാം. See, average product is the, simply we can say, it is the total product per variable input. Then you can simply find out, average product you can just find out by dividing total product by the units of variable input. Right. Then what about marginal product? See, marginal product is equal to addition to the total product when we are making an extra units of variable input. For example, marginal product of labor is equal to total product divided by, what is it? Here, change into total product when you are making changes in variable input. That is, change in total product by change in labor. Change in labor. Okay, വളരെ simple ആയിട്ട് മനസ്സിലാക്കുക. Change in output by change in labor, or simply we can say marginal product of labor is equal to change in total product divided by change in labor. Similarly, you can simply say marginal product with respect to capital, it is equal to change in total product divided by change in capital. നമ്മൾ കോപ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് ഔട്ട് ദ മാർജിനൽ പ്രോഡക്റ്റ് ലൈക്ക് ദിസ്. നമ്മൾ മാർജിനൽ കോസ്റ്റിൽ പറഞ്ഞിരുന്നു, മാർജിനൽ പ്രോഡക്റ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രോഡക്റ്റ് n മൈനസ് ടോട്ടൽ പ്രോഡക്റ്റ് n മൈനസ് 1. ഓക്കെ, ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആവറേജ് പ്രോഡക്റ്റ്, ടോട്ടൽ പ്രോഡക്റ്റ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമിലർലി വാട്ട് ആർ ദ മേജർ അസംഷൻസ് റിലേറ്റഡ് ടു ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്? എസ് എൽ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. വാട്ട് ഈസ് ഇറ്റ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ in the short run when only one input is allowed to vary, the other inputs being held constant. Okay, അത് വളരെ thorough ആയിട്ട് മനസ്സിലാക്കുക, എഴുതി പഠിക്കുക. Then after that you can just write down short run production function and like that. Then you can just add 4 simple assumptions like technology of production is constant, and the variable input that you are adding is identical. Third one, all but one of the inputs must be held constant. That is, you can change only variable input, other inputs are constant. Fourth one, the units of the variable inputs are identical. These are the major assumptions of the law of variable proportions. Now we are going to explain the law of variable proportions with a simple table in which you can easily understand total product, average product and marginal product, and also its relationship. Okay, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യും ടോട്ടൽ പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സിമിലർലി ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് the law of variable proportions with a beautiful simple diagram. Right. Now we can see the table and also the 3 distinct stages of the law of variable proportions. Okay, confused ആവരുത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിൻ്റെ 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണ്. 3 ഡിഫറെൻറ്റ് ലോസ് അല്ല, അല്ലെങ്കിൽ തിയറീസ് അല്ല. ഓക്കെ, കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള 3 സ്റ്റേജസ് ആണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ഡിമിനിഷിങ് റിട്ടേൺസ് ഞാൻ മനഃപൂർവ്വം എഴുതിയതാണ്. കാരണം എന്താ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതിലാണ്? ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലി the law of variable proportions states that what? As the quantity of a variable factor is increased, okay, volume of variable factor, that is labor, is increased, what will happen? The marginal product of the labor or the marginal physical product of the variable input, or simply we can say marginal product of the variable input or labor will eventually decline. Okay, നമ്മൾ ആഡ് ചെയ്യുന്ന വേരിയബിൾ ഇൻപുട്ടിൻ്റെ
അതിൻ്റെ അഡീഷൻ ടു ടോട്ടൽ പ്രോഡക്റ്റ് അഥവാ മാർജിനൽ പ്രോഡക്റ്റ് ഈവൻച്വലി ആയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവലി ആയിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഒരു വേരിയബിൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ, ഫിക്സഡ് ഇൻപുട്ടിൽ ഒരു മാറ്റം വരുത്താതിരിക്കുമ്പോൾ ആ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഈ 3 സ്റ്റേജിലൂടെ പോകുന്നു. ഓക്കെ, വാട്ട് ആർ ദ 3 സ്റ്റേജസ്? സ്റ്റേജ് 1, the law of increasing returns, or simply say increasing returns to the variable factor. ഓക്കെ, ചില പുസ്തകത്തിൽ അങ്ങനെ കാണാൻ കൺഫ്യൂസ്ഡ് ആവണ്ട. സ്റ്റേജ് 1, the law of increasing returns. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ തെറ്റിട്ടോ, അതെന്തായി? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് അവിടെ നിർത്തണം, അല്ലെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു ദ വേരിയബിൾ ഫാക്ടർ. കാരണം എന്താ? വി ആർ ചേഞ്ചിങ് ഓൺലി വൺ വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, ഫിക്സഡ് ഇൻപുട്സ് ആർ ഹെൽഡ് കോൺസ്റ്റന്റ്, അത് നമുക്കറിയാം. Then stage 2, the law of diminishing returns, or simply we can say diminishing returns to the variable factor. And stage 3, the law of negative returns, or negative returns to the variable factor or variable input. അപ്പോൾ ഈ 3 സ്റ്റേജ് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 സ്റ്റേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, ദെൻ മാർജിനൽ പ്രോഡക്റ്റിൻ്റെ ഷേപ്പ്, ഒരു ബിഹേവിയർ, ഒരു മൂവ്മെൻറ്റ് നമ്മൾ ടേബിളിൽ പറയാൻ പോകുന്നു. ദെൻ ആ ടേബിൾ പിന്നെ എന്ത് ചെയ്യുന്നു, നല്ലൊരു ഫിഗറിൽ ഡയഗ്രമായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മുടെ ജോലി തീരും. ഇസ്ന്റ് ഇറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നൗ യു ക്യാൻ സീ ലേബർ യൂണിറ്റ്സ്, ഓർ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഓർ വേരിയബിൾ ഇൻപുട്ട്, ഏത് ടൈറ്റിലും നിങ്ങൾ കൊടുക്കുക. യൂണിറ്റ് 1 to യൂണിറ്റ് 10. റൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ഈ ടേബിൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കുക. വാട്ട് യു മീൻ ബൈ ആവറേജ് പ്രോഡക്റ്റ്, ഓർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്, ഓർ ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ടോട്ടൽ പ്രോഡക്റ്റ്. ഈ 3 വേരിയബിളിൻ്റെ കൺസെപ്റ്റിൻ്റെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു തരാം. റൈറ്റ്, നൗ യു ക്യാൻ സീ ലേബർ യൂണിറ്റ്സ് 1, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് 10. ഓക്കെ, then average product എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പ്രോഡക്റ്റ് ബൈ വേരിയബിൾ ഇൻപുട്ട്, ദാറ്റ് ഈസ് ബൈ 10 by 1 is equal to 10. Okay, total product 10 divided by 1 variable input, then you will get average product. See, marginal product also 10, and എന്താ? 10 minus 0 ആണ്, previous production 0 ആണ്, then marginal product 10 ആയിട്ട് എടുക്കുക. That is marginal product is equal to change in total product to change in variable input. Okay, delta എന്ന് പറഞ്ഞാൽ change, that is change in total product divided by change in labor. Then labor unit 2, then total product is 30, average product എന്താ? 30 by 2 is equal to 15. Then marginal product is 20. How can you find out marginal product? മാർജിനൽ പ്രോഡക്റ്റ് കാണാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർജിനൽ പ്രോഡക്റ്റ് is equal to ടോട്ടൽ പ്രോഡക്റ്റ് n minus ടോട്ടൽ പ്രോഡക്റ്റ് n minus 1, or change in TP by change in L. ഇപ്പം നിങ്ങൾ നോക്കൂ, ടോട്ടൽ പ്രോഡക്റ്റ് 30 ആണ്, പ്രീവിയസ് ടോട്ടൽ പ്രോഡക്റ്റ് എത്ര? 10 ആണ്. 30 minus 10 you will get marginal product 20. 10 minus 30 അങ്ങനെയല്ല കേട്ടോ, ഇവിടെ നിന്ന് 30 minus 10, താഴെയുള്ള ടോട്ടൽ പ്രോഡക്റ്റ് മൈനസ് ദെൻ എബോവ് മുകളിലുള്ള ടോട്ടൽ പ്രോഡക്റ്റ്. ദെൻ സിമിലർലി യൂണിറ്റ് ലേബർ 3, ടോട്ടൽ പ്രോഡക്റ്റ് 60, 60 by 3 you will get average product 20. Then 60 minus 30 you will get marginal product 30. ഇങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്തോളൂ. ലേബർ യൂണിറ്റ്സ് 4, then total product 80, 80 by 4 is equal to 20, then marginal product 80 minus 60, 20. Then similarly 5, you can see total product 95, average product 95 by 5 is equal to 19. Then marginal product 95 minus 80, 95 കുറക്കണം 80, then you will get marginal product 15. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസും പറയാൻ പോകുന്നത്, അതുപോലെ തന്നെ ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. Now another important thing is that then what about stage 1, right? അപ്പോൾ ഇങ്ങനെ നമ്മൾ വേരിയബിൾ ഇൻപുട്ട് മാറ്റം വരുത്തുന്നു, ദെൻ ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, എന്ത് മാറ്റങ്ങളാണ് വരുന്നത്? അത് നമുക്ക് എന്താണ് 3 സ്റ്റേജ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. സ്റ്റേജ് 1 എന്താണ്? ദ ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. ഓക്കെ, ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റൈറ്റ്, ദെൻ ഓൾസോ ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റൈറ്റ്. ഓക്കെ, സിമിലർലി
average product is continuously increasing in the stage 1 and marginal product is increasing initially, then reaches at maximum, then after that coming down. That is the feature of stage 1. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടേബിൾ വെച്ചിട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ എന്താണ് സിമ്പിളായിട്ടുള്ള ആ ഡയഗ്രാം, ആ ഫിഗറും ഞാൻ വരയ്ക്കാൻ പോവാണ്. നേരിട്ട് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. ഞാൻ ഒറ്റ ഫിഗറിൽ തന്നെ ചില പുസ്തകത്തിൽ ടോട്ടൽ പ്രോഡക്റ്റ് മുകളിൽ ഒരു ഫിഗറിൽ വരയ്ക്കുന്നു, ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റ് താഴെ ലോവർ പോർഷനിലും കാണിക്കാറുണ്ട്. അങ്ങനെയും വരയ്ക്കുക. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളത് എന്താണ്, 3 കർവും കൂടി ഒരു ഫിഗറിൽ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാകും. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ലൈക്ക് ദാറ്റ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 3 സ്റ്റേജ് എന്നാണ് ഒരു ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. നേരിട്ട് ശ്രദ്ധിക്കുക. ദിസ് ഈസ് ദ ഫിഗർ. ലിസൺ വെരി വെരി കെയർഫുള്ളി. ഓക്കെ, we can take OX axis, that is variable input, that is simply we can say labor, variable input. Then OY axis we can take total product, average product and marginal product. Okay, see this is the axis, horizontal axis and vertical axis. എസ്സേലൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ ആക്സിസ് ആദ്യം ഡിഫൈൻ ചെയ്യണം. OX axis represents variable input, OY axis represents TP, AP and MP. നമുക്ക് ആദ്യം ടോട്ടൽ പ്രോഡക്റ്റ് കർവ് വരയ്ക്കുന്നു, ദെൻ മാർജിനൽ പ്രോഡക്റ്റ്, ദെൻ ആവറേജ് പ്രോഡക്റ്റ്. ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരയ്ക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എക്സാമിന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വരയ്ക്കുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ് എന്താണ്? ഫസ്റ്റ് ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്, then total product is increasing at a diminishing rate, then total product falls. Okay, ഇങ്ങനെയാണ് അതിൻ്റെ ഫീച്ചർ വരുന്നത്. ലിസൺ വെരി കെയർഫുള്ളി. Total product is increasing at an increasing rate, then increasing at a diminishing rate, then reaches maximum. After that total product is declining. Okay, this is the shape of total product. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ദ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ്. ഇങ്ങനെ കുത്തനെ പോകുന്നത്. ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്. ഇവിടെ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ വീണ്ടും ക്ലാരിറ്റി നിങ്ങൾക്ക് തരും. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റേജിന് പ്രത്യേകത എന്താ? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത്, ഇവിടെ ഞാനൊരു പോയിന്റ് L എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, സിമ്പിൾ. Then after that here from this point total product also increasing but diminishing rate. Then this is the maximum point, total product in maximum point. അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, നോട്ട് ചെയ്തു. മാക്സിമം പോയിന്റ് നമുക്ക് ഇവിടുന്ന് വേണം, isn't it? ഇവിടെ ഞാനൊരു പോയിന്റ് കൊടുക്കുകയാണ്, M എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, റെഡി. നൗ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മാർജിനൽ പ്രോഡക്റ്റ് ആണ്. മാർജിനൽ പ്രോഡക്റ്റ് വരയ്ക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു സംഭവം, ദിസ് ഈസ് ദ മാർജിനൽ പ്രോഡക്റ്റ്. ശ്രദ്ധിക്കണേ. മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്, ദെൻ മാർജിനൽ പ്രോഡക്റ്റ് റീച്ചസ് മാക്സിമം. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്, മാക്സിമത്തിലെത്തി. ദെൻ മാക്സിമം കഴിഞ്ഞ് പിന്നെന്താണ്, മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ഡിക്ലൈനിങ്. ഓക്കെ, marginal product here 0. After that marginal product becomes negative. This is the marginal product, right? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് തന്നെ ചെയ്യുന്നു. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ദെൻ റീച്ചസ് മാക്സിമം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആ പോർഷനിലൊക്കെ എന്താണ്, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, ദെൻ മാർജിനൽ പ്രോഡക്റ്റ് മാക്സിമം എത്തി. മാക്സിമം കഴിഞ്ഞിട്ട് പിന്നെ മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്, ഡിക്ലൈൻ ആണ്. പോസിറ്റീവ് ആണ്, ബട്ട് മാർജിനൽ പ്രോഡക്റ്റ് ഈസ് കമ്മിങ് ഡൗൺ. ആ മാർജിനൽ പ്രോഡക്റ്റ് ഇങ്ങനെ കമ്മിങ്സ് ഡൗൺ ആവുന്ന പോയിന്റ് എന്താണ്, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. നല്ലോണം ശ്രദ്ധിക്കണേ. ഓക്കെ, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, വീഡിയോ കുറച്ച് സമയം എടുത്താലും നമുക്കിത് പച്ചവെള്ളമാക്കണം, നല്ല രീതിയിൽ മനസ്സിലാക്കണം. ദെൻ ദിസ് ഈസ് അബൌട്ട് മാർജിനൽ പ്രോഡക്റ്റ്. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് 0 ആവും എവിടെ, നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം എത്തുന്ന സമയം. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ P എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുക. ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് വിൽ ബി 0. ഓക്കെ, ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഡിക്ലൈനിങ്.
കുറയാണ്, ഔട്ട്പുട്ട് കുറയുന്നു. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കാണെങ്കിൽ സീറോൻ്റെ അല്ലെ ഒറിജിൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആക്സിസ് എന്താണ്? മൈനസ് ആണ്. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് വിൽ ബിക്കം നെഗറ്റീവ്. നൗ വി ക്യാൻ ടേക്ക് ആവറേജ് പ്രോഡക്റ്റ്. ഓക്കെ, ആവറേജ് പ്രോഡക്റ്റിൻ്റെ ഷേപ്പ് സി. ആവറേജ് പ്രോഡക്റ്റ് വരക്കാണ്. ഇറ്റ് ഈസ് ഓൾസോ ഇൻക്രീസിങ്, കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. ഓക്കെ, ദെൻ ആവറേജ് പ്രോഡക്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു മാക്സിമത്തി കേട്ടോ. ആവറേജ് പ്രോഡക്റ്റ് മാക്സിമത്തി. നേർക്ക് ശ്രദ്ധിക്കുക, ഇതാണ് മാക്സിമം. ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം എത്തിയിട്ട് പിന്നെ എന്താണ്? ആവറേജ് പ്രോഡക്റ്റ് ഈസ് ഡിക്ലൈൻ. ദിസ് ഈസ് ആവറേജ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. ദെൻ ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം എത്തുന്ന പോയിന്റിൽ നമുക്ക് എന്ത് കാണാം? ദിസ് ഈസ് ദ പോയിന്റ് മാക്സിമം. ആവറേജ് പ്രോഡക്റ്റ് മാക്സിമത്തിൽ എന്താണ് കാണുന്നത്? ഞാൻ ആ പോയിന്റിൽ ഇ എന്ന് കൊടുക്കുക. ഓക്കെ, ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ആവറേജ് പ്രോഡക്റ്റ് ആർ ഈക്വൽ ഓർ ഇന്റർസെക്റ്റ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ പോർഷൻ ഞാൻ ഇവിടെ വരക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, സി ദിസ് ഈസ് ദ സ്റ്റേജ് 1. സ്റ്റേജ് 1. ഓക്കെ, ദിസ് ഈസ് ദി സ്റ്റേജ് 2 ആൻഡ് ദിസ് ഈസ് ദി സ്റ്റേജ് 3. isn't it? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നല്ല രീതിയിൽ ശ്രദ്ധിക്കട്ടോ, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ദെൻ വി ക്യാൻ ഈസിലി ഡിസ്കസ് ഓൾ ദീസ് പോയിന്റ്സ്. കർവ് എന്ന് പറയാൻ വളരെ സിമ്പിളാണ് അല്ലേ? ഞാൻ ഒന്നും കൂടി ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്ര പണിയുള്ളൂ കർവ് വരക്കാൻ. സി, നിങ്ങൾ എക്സാമിനൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലാബ് വേരിയബിൾ ഇൻപുട്ട്, ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ഫസ്റ്റ് എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് കർവ് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, ദെൻ ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്, ദെൻ മാക്സിമം, ദെൻ ഫോൾ, ടോട്ടൽ പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് മാക്സിമം എത്തി. ഈ മാക്സിമം എത്തി ഇവിടെ പോയിന്റ് ശ്രദ്ധിക്കുക. മാർജിനൽ പ്രോഡക്റ്റ് മാക്സിമം ആവുന്ന വരെ എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് എന്താണ്? മാക്സിമം എത്തി. മാക്സിമം എത്തുമ്പോൾ നമ്മൾ ആവറേജ് പ്രോഡക്റ്റ് എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്? 0 ആവണം. ഓക്കെ, ദെൻ ആവറേജ് പ്രോഡക്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് പിന്നെ ശ്രദ്ധിക്കണം, ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം എത്തിയിട്ടായിരിക്കണം അവിടെ എന്താണോ? മാർജിനൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റ് സെയിം ആണ്. സി, ആവറേജ് പ്രോഡക്റ്റ്. ഇത്ര പണിയുള്ളൂ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് അലോങ് വിത്ത് ദിസ് ടേബിൾ. സ്റ്റേജ് 1. സ്റ്റേജ് 1ൻ്റെ പ്രത്യേകത നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും? സ്റ്റേജ് 1ൽ വി ക്യാൻ സി, ഒന്നാമത്തെ പോയിന്റ്, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, ദെൻ ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. രണ്ടും ഇവിടെ സംഭവിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലേബർ യൂണിറ്റ്സ് ഫ്രം 1, 2, 3 ഈ മൂന്ന് പാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റേജ് 1. ദാറ്റ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു വേരിയബിൾ ഫാക്ടർ. കാരണം എന്താ? ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. കാരണം എന്താ? 10 ഉള്ളത് 30 ആവുന്നു, 30 ഉള്ളത് 60 ആവുന്നു. മാർജിനൽ പ്രോഡക്റ്റ് നോക്കൂ, 10, പിന്നെ കൂടുന്ന 10 ആണോ? അല്ല, 20 ആണ് ഇൻക്രീസിങ് റേറ്റ്. ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് കൂടുന്ന എത്രയാണ്? 20 ആണ്. അല്ല, പിന്നെ 30 ആണ്. isn't it? That is ഫ്രം ദിസ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ ഒരു എൽ വരെ എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഈ എൽ എന്ന് പറയുന്ന പോയിന്റിന് വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഈ ഷേപ്പാണ് കോൺവെക്സ് ആണ്. നമ്മൾ ഐസോകോണിൻ്റെ ഇൻഡിഫറൻസ് കർവൊക്കെ അല്ലേ, കോൺവെക്സ് ടു ഒറിജിൻ അല്ലേ. ഇതുവരെ കോൺവെക്സ് ആണ്. ഇതന്നെ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഷേപ്പ് എന്താണ്? കോൺകേവ് ആണ്. കോൺകേവ്. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ദ കർവ് ഫ്രം കോൺവെക്സ് ടു കോൺകേവ്. ഓക്കെ, കോൺവെക്സിൽ നിന്ന് കോൺകേവ് ആയിട്ട് ഈ ചേഞ്ച് ചെയ്ത്, കാരണം ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റിൽ നിന്ന് ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? എല്ലാണ്. കോൺവെക്സ് ഉള്ളത് കോൺകേവ് ആയി. റൈറ്റ്. സ്റ്റേജ് 1ന്റെ പ്രത്യേകത എന്താ? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ് ആൻഡ് ഓൾസോ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ബട്ട് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് what about average product? Average product is continuously increasing in the first stage.
continuously increasing in the first stage. That is an average product. Okay, നിങ്ങൾ നോക്കുക average product continuous ആയിട്ട് കൂടും. That is why increasing returns to variable factor, increasing returns എന്ന് വിളിക്കുന്നത്. What about marginal product? Marginal product first increasing, then reach maximum, അല്ലേ, പിന്നെ maximum എത്തുന്നു, then declines, പിന്നെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈ മൂന്ന് കാര്യങ്ങളും എന്ത് നടക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആവറേജ് പ്രോഡക്റ്റിന്റെ മുകളിലാണ് എന്ത് വരുന്നത്, മാർജിനൽ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് marginal product lies above the average product as long as average product is increasing. Average product throughout increase ആണ്, പക്ഷെ marginal product average productന്റെ മുകളിലാണ്. Okay, then marginal product reaches maximum. ഈ maximum എത്തുന്ന വരെ എന്താണ്, total product is increasing at an increasing rate ആണ്. Then after that marginal product is declining. Okay, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, എൻഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇ. ഫസ്റ്റ് സ്റ്റേജ് വിൽ എൻഡ് അറ്റ് പോയിന്റ് ഇ. ഓക്കെ, പോയിന്റ് ഇ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, O to E വരെ എന്താണ്, സ്റ്റേജ് 1 ആണ്. ഒറിജിൻ ടു ഇ വരെ സ്റ്റേജ് 1 ആണ്. അപ്പോൾ സ്റ്റേജ് 1 ഞാൻ ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. സ്റ്റേജ് 1ന്റെ പ്രത്യേകത എന്താ, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ് ആൻഡ് ഓൾസോ ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ്. ഓക്കെ, സെക്കൻഡ് thing is that average product is continuously increasing. മൂന്നാമത്തത് marginal product is increasing initially, then reaches maximum, then declines. പക്ഷേ ഏറ്റവും വലിയ ഫീച്ചർ എന്താണ്, marginal product lies above the average product. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് പോയിന്റ് ഇ വേർ average product is maximum. Average product is maximum where we can see average product and marginal product are equal. ഓക്കെ, ഇനി നിങ്ങൾ ഈ ടേബിൾ നോക്കൂ. ടേബിളിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ആലോചിക്കും മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. ദെൻ എൻഡ് ചെയ്യുന്നത് പോയിന്റ് എവിടെയാണ്, ആവറേജ് പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ്. ആവറേജ് പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് ആവുക എന്ന് പറഞ്ഞാൽ 20 then 20. ആവറേജ് പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് ആവുമ്പോൾ എന്താണ്, വി ക്യാൻ സി ആവറേജ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ്. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. Now we can discuss stage second, the law of diminishing returns. Law of diminishing returns നമ്മൾ പോയിന്റ് ഇ ടു എം വരെയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റ് ഈക്വൽ ആകുന്ന പോയിന്റ് മുതൽ ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് 0 ആകുന്നത് വരെ എന്താണ്, സ്റ്റേജ് സെക്കൻഡ് ആണ്. അപ്പോൾ സ്റ്റേജ് സെക്കൻഡിന്റെ പ്രത്യേകത നമുക്ക് എന്തൊക്കെ പറയാം. വാട്ട് അബൌട്ട് ടോട്ടൽ പ്രോഡക്റ്റ്. Total product is increasing at a diminishing rate. Okay, that is why it is known as diminishing returns to factor, diminishing rate. Total product വർദ്ധിക്കുന്നുണ്ട് but diminishing rate. നിങ്ങൾ ഈ ടേബിൾ നോക്കിക്കോളൂ. Total product is increasing but 15 then 13 then 4. ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബട്ട് ഡിക്രീസിങ് റേറ്റിലാണ്. ഓക്കെ, ടേബിൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. Then what about average product? Second stage in average product, throughout declines. Decline ആണ് അല്ലേ, average product declines. Then what about marginal product? Marginal product also declines, but average product marginal product എന്താണ്, പോസിറ്റീവ് ആണ്, above 0 ആണ് അല്ലേ. Then stage end ചെയ്യുന്നത് എവിടെയാണ്, end ചെയ്യുന്നത് സി ഈ സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് മാർജിനൽ പ്രോഡക്റ്റ് ബിക്കം 0 വെൻ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് മാക്സിമം. ഓക്കെ, മനസ്സിലാക്കണേ. ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം എത്തുന്ന പോയിന്റ് അല്ലേ പി, ഈ പോയിന്റിൽ എത്തുമ്പോഴാണ് സെക്കൻഡ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ്, ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്, 0 ആയിരിക്കും. റിലേഷൻഷിപ്പ് ഓർക്കണേ. വെൻ ടോട്ടൽ പ്രോഡക്ട്സ് ഗെറ്റ് മാക്സിമം മാർജിനൽ പ്രോഡക്റ്റ് വിൽ ബിക്കം 0. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താ, ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ആർ ഡിക്ലൈനിങ്, ഡിമിനിഷിങ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സ്റ്റേജിനെ എന്ത് വിളിക്കുന്നത്, ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓർ ഡിമിനിഷിങ് റിട്ടേൺസ് ടു വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ ഷേപ്പ് എന്താണ്, ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് ബട്ട് എ ഡിമിനിഷിങ് റേറ്റ് ആൻഡ് റീച്ചസ് മാക്സിമം. സെക്കൻഡ് സ്റ്റേജ് എവിടെയാണ് എൻഡ് ചെയ്യുക, വെൻ മാർജിനൽ പ്രോഡക്റ്റ് ബിക്കംസ് 0. That is total product is at a maximum. Then marginal product average product follow ചെയ്യുന്നുണ്ട് but average products lies above marginal product. നിങ്ങൾ ഇവിടെ നോക്കൂ,
ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം 112. മാക്സിമം ആവുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്? 0. മാർജിനൽ പ്രോഡക്റ്റ് ഈസ് 0. നേർക്ക് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കുക, ആവറേജ് പ്രോഡക്റ്റ് ഈസ് ഡിക്ലൈനിങ് 19, 18, 16, 14. മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ആൾസോ ഡിക്ലൈനിങ് 15, 13, 4. ബട്ട് മാർജിനൽ പ്രോഡക്റ്റിനേക്കാളും വലുതായിരിക്കും എന്ത്? ആവറേജ് പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റിനേക്കാളും കുറവായിരുന്നു. ഓക്കെ, ആ റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നൗ വി ക്യാൻ ഡിസ്കസ് സ്റ്റേജ് 3. വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്റ്റേജ് 3? ദ ലോ ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഡിക്ലൈനിങ്. അല്ലേ, ഇവിടെ ഈ പോയിന്റ് നിങ്ങൾ ആലോചിച്ചു. ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഡിക്ലൈനിങ്. ദെൻ average product is also declining, but you can see the most important thing is that marginal product is negative. Okay, see this portion, marginal product is negative. That is why ഇവിടെ നിങ്ങൾ എം കഴിഞ്ഞിട്ട് വരുന്ന ഈ റീജിയൺ ഒക്കെ എന്താണ്? സ്റ്റേജ് 3 ആണ്. ഇ ടു എം എന്താണ്? സ്റ്റേജ് 2 ആണ്. ഒ ടു ഇ എന്താണ്? സ്റ്റേജ് 1 ആണ്. ഓക്കെ, സ്റ്റേജ് 1ന്റെ പ്രത്യേകത നമുക്കറിയാം, മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ആണ്. സ്റ്റേജ് 2ൽ എന്താണ്? മാർജിൻ പ്രോഡക്റ്റ് ഡിമിനിഷിംഗ് ആണ്. സ്റ്റേജ് 3ൽ എന്താണ്? മാർജിൻ പ്രോഡക്റ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത്. ആവറേജ് പ്രോഡക്റ്റ് 0 ആവില്ല, അതുപോലെ തന്നെ നെഗറ്റീവ് ആവില്ല. ബട്ട് മാർജിൻ പ്രോഡക്റ്റ് 0 ആകും. ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്താവും? മാർജിൻ പ്രോഡക്റ്റ് നെഗറ്റീവും. നിങ്ങൾ ടേബിൾ നോക്കൂ. ടോട്ടൽ പ്രോഡക്റ്റ് 112 അല്ലേ? ഇവിടെ നിങ്ങൾ അറിയിച്ചു 7th യൂണിറ്റ്സ് ഓഫ് ലേബർ, നമ്മളിങ്ങനെ ലേബർ ആഡ് ചെയ്യാണ്. ടോട്ടൽ പ്രോഡക്റ്റ് 112. ദെൻ ആവറേജ് പ്രോഡക്റ്റ് 112 ഡിവൈഡഡ് ബൈ 7, 16. മാർജിനൽ പ്രോഡക്റ്റ് 112 മൈനസ് 108, 4. ഓക്കെ, ദെൻ അഗെയിൻ 8ാമത് ഒരു ലേബറിനെ നിങ്ങൾ ആഡ് ചെയ്തു. ടോട്ടൽ പ്രോഡക്റ്റ് എത്രയാണ്? 112 തന്നെ. എത്രയാണ്? കൂടിയിട്ടുണ്ടോ? മാർജിനൽ പ്രോഡക്റ്റ് എത്ര? 112 മൈനസ് 112, 0. 112 by 8 you will get 14 average product. അപ്പോൾ മാക്സിമം ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം എത്തുമ്പോൾ മാർജിൻ പ്രോഡക്റ്റ് 0 ആകും. ആഫ്റ്റർ ദാറ്റ് 9th ലേബറിന് നിങ്ങൾ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്ലൈൻസ്. 112 ഉള്ളത് 108 ആയി. ദെൻ -4. എങ്ങനെ -4 കിട്ടി? 108 മൈനസ് 112, ദെൻ യു വിൽ ഗെറ്റ് -4. അഗെയിൻ 10th യൂണിറ്റ്സ് ഓഫ് ലേബർ, ടോട്ടൽ പ്രോഡക്റ്റ് 100 മൈനസ് 108, ദെൻ യു വിൽ ഗെറ്റ് -8. That is why this is, ഇപ്പം നിങ്ങൾ ആലോചിച്ചു 22, ഇതെന്താണ്? സ്റ്റേജ് 2 ആണ്. Here this is the stage 3, നെഗറ്റീവ് റിട്ടേൺസ്. ഇതിനെ നെഗറ്റീവ് റിട്ടേൺസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? മാർജിനൽ പ്രോഡക്റ്റ് ബിക്കംസ് നെഗറ്റീവ് when total product declines. Okay, see this is about the law of variable proportions. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റ് ഫിഗർ ചില പുസ്തകത്തിൽ നിങ്ങളെ കാണാം. ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇങ്ങനെ കാണും ടോട്ടൽ പ്രോഡക്റ്റ്. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ്, ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം. എന്താ ചെയ്യുക? 2 പാർട്ടായിട്ട് കാണാം. ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു ലൈനാണ് കറക്റ്റ്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആണ്. ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നിട്ട് ഇത് മാക്സിമം, ദെൻ മാർജിനൽ പ്രോഡക്റ്റ് 0 ആവണം. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ ദെൻ മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആവണം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ എക്സാമിന് വാല്യൂ ചെയ്യുമ്പോൾ ഈ റിലേഷൻഷിപ്പാണ് നോക്കുക. ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ദെൻ ആവറേജ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ? ആവറേജ് പ്രോഡക്റ്റ് ഇങ്ങനെ പോകുന്നു, കൂടി പോയി ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ എന്താവണം? മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റ് സെയിം ആവണം. ഓക്കെ, ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം എത്തുന്നതിന് മുമ്പ് ആരും മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. മാർജിൻ പ്രോഡക്റ്റ് മാക്സിമം എത്തി, പിന്നെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ആവറേജ് പ്രോഡക്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാൻ നിർത്തണം. ആവറേജ് പ്രോഡക്റ്റ് 0 നെഗറ്റീവോ ആകൂല. ഓക്കെ, ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആവറേജ് പ്രോഡക്റ്റ് മാർജിൻ പ്രോഡക്റ്റ് ഈക്വൽ ആവുന്ന പോയിന്റ് ഇങ്ങനെ കൊടുക്കണം. റീസൺ ഇവിടെ എന്താണ്? ഇതുവരെയുള്ള പോയിന്റാണ് സ്റ്റേജ് 1. ഇതുവരെ എന്താണ്? സ്റ്റേജ് 2. ഇവിടെ ഇങ്ങോട്ട് എന്താണ്? സ്റ്റേജ് 3. ഇങ്ങനെയും വരച്ചു കൊടുക്കുക. ഓക്കെ, 2 പാർട്ടായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ പോയിന്റ്സ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക, ടേബിൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഉഷാറായിട്ട് പഠിച്ച് എക്സാമിന് എസ്സേക്ക് ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങണം. നിങ്ങളോട് പാരഗ്രാഫ് ടൈപ്പ് ആണെങ്കിൽ ടേബിൾ വേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യുക, കർവ് വരയ്ക്കുക, ദെൻ കൺക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്
പ്രൊഡ്യൂസർ ഏത് സ്റ്റേജിലാണ് ഉൽപ്പാദിപ്പിക്കുക? റാഷണൽ പ്രൊഡ്യൂസർ. ഓക്കെ, ഒരു റാഷണൽ പ്രൊഡ്യൂസർ ഏത് സ്റ്റേജിലാണ് ഉൽപ്പാദിപ്പിക്കുക? ആൻസർ ഈസ് സെക്കൻഡ് സ്റ്റേജ്. ദ റാഷണൽ പ്രൊഡ്യൂസർ വിൽ പ്രൊഡ്യൂസ് ഇൻ ദി സെക്കൻഡ് സ്റ്റേജ്. കാരണം എന്താ? തേർഡ് സ്റ്റേജ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്ലൈൻ ആണ് അല്ലേ? നെഗറ്റീവ് റിട്ടേൺസ്, നഷ്ടത്തിൽ ആരും ഉൽപ്പാദിപ്പിക്കില്ല. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. കാരണം എന്താ? ഇവിടുത്തെ ഫിക്സഡ് ഇൻപുട്ട് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും. കാരണം വേരിയബിൾ ഇൻപുട്ടിൻ്റെ ആണ് ഇങ്ങനെ മാക്സിമം അങ്ങനെ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യൂല. വീണ്ടും ഉൽപ്പാദിപ്പിച്ച് മാക്സിമം ലാഭം കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫിക്സഡ് ഇൻപുട്സ് അവിടെ അവൈലബിൾ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യൽ ഏതിലാണ്? സെക്കൻഡ് സ്റ്റേജ് ആണ്. അപ്പോൾ ഈ സ്റ്റേജാണ് എന്ത്? റാഷണൽ പ്രൊഡ്യൂസർ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേജ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിനെ വിളിക്കുന്ന പേര് എക്കണോമിക് നോൺസെൻസ് എന്ന് വിളിക്കുക, ഓർ എക്കണോമിക് അബ്സർഡിറ്റി. ഓക്കെ, കാരണം അബ്സർഡിറ്റി പറഞ്ഞാൽ ഫൂളിഷ്നെസ് ഓർ അൺറീസണബിൾ. ഒരിക്കലും ഒരു റാഷണൽ പ്രൊഡ്യൂസർ എന്താണ്? സ്റ്റേജ് 1 സ്റ്റേജ് 3 ഉൽപ്പാദിപ്പിക്കൂല. മാക്സിമം ലാഭം കിട്ടുന്ന സ്റ്റേജ് ഏതാണ്? റാഷണൽ ആയിട്ടുള്ള സ്റ്റേജ് ഏതാണ്? സ്റ്റേജ് സെക്കൻഡ്. ഓക്കെ, സി ദിസ് ഈസ് അബൌട്ട് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, A to Z മനസ്സിലാക്കുക. In the coming video we will discuss long run production analysis, that is the law of returns to scale. Okay, അവിടെയും ഇതുപോലെ നമ്മൾ 3 സ്റ്റേജ് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് വളരെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.